ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോ ഇട്ടില്ലേ, അതേ ദിവസം തന്നെ ഈവനിങ്ങിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈവനിങ്ങിൽ നമ്മൾ പുറത്തോട്ടൊന്ന് പോവുകയാണ്. സൺഡേ ആയതുകൊണ്ട് പുറത്തോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നതല്ല. ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. ട്രെൻഡ്സിൽ എന്തോ 3550 രൂപയ്ക്ക് ഡ്രസ്സ് എടുത്താൽ അതേ രൂപയ്ക്കുള്ള ഡ്രസ്സ് നമുക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റും എന്ന് കേട്ടിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപയോഗമുള്ള കാര്യമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ നമുക്കിവിടെ അടുത്ത ട്രെൻഡ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ 3 മുക്കിൽ ഒരു ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കര തിരക്കൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം സാധാരണയിൽ കവിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതെ, എനിക്ക് ഈ ഒരു ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഭയങ്കര റേറ്റ് കാരണം ഞാൻ എടുത്തില്ല. ആ ഒരു പാൻറ്റിന് മാത്രം 599 രൂപയോ മറ്റോ ആണ് കേട്ടോ. ആണെന്നാണ്, അത്രയാണ്. പിന്നെ ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ ജസ്റ്റ് അവിടേക്ക് ഇങ്ങനെ നോക്കി 350-400 രൂപയ്ക്ക് മുകളിലോട്ടുള്ളതേ ആ ഒരു ഓഫർ ആഡ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ജസ്റ്റ് ടോപ്സൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നുകൊണ്ട് പറയുകയും ചെയ്തു, ഇവിടെ നിന്ന് ട്രെൻഡ്സിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നവരൊക്കെ ഇതിൽ പരസ്യത്തിൽ കാണുന്നത് പോലെ സുരേഷിൻ്റെ കടയിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നത് പോലെ എല്ലാവരും ഒരേ മോഡൽ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങുന്ന ആ ഒരു അവസ്ഥയായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ എനിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ച് മുകളിൽ പോയിട്ട് എന്തെങ്കിലും ടീഷർട്ടോ ട്രാക്ക് സൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ ഗ്ലാസ്സിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് നമ്മുടെ ഒരു രുചിക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. കുറേയധികം ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കത്ര കണ്ട് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല കേട്ടോ. കുറേ ടീഷർട്ടും അങ്ങനെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഗൗതൂട്ടന് 2 ജീൻസ് എടുത്തത് പാകമാവാത്തത് കൊണ്ട് അത് എടുത്തിട്ടുമില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചു 4 പുറത്തോട്ട് ഇറങ്ങിയതല്ലേ, അപ്പോൾ മറ്റെന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ലച്ചൂട്ടനും ഗൗതൂട്ടനും കൂടി പറഞ്ഞു നമുക്ക് KFCയിലോട്ടൊന്ന് പോയാലോ എന്ന്. KFC ഇവിടെ ആറ്റിങ്ങിൽ വന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ കേട്ടോ. അവിടെ പോയിരുന്ന് കഴിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്തായാലും പോകാം. ഉച്ചയ്ക്ക് നല്ല കാര്യമായിട്ട് ബിരിയാണിയൊക്കെ തട്ടിയിട്ട് ഇരിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വൈകിട്ടും നല്ല കാര്യമായിട്ട് തട്ടാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഒരു വണ്ടിയിൽ, മോനും കൂടി ഇട്ട് ഒരു വണ്ടിയിൽ, അങ്ങനെയാണ് നമ്മൾ പോയത്. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ലച്ചൂട്ടനാണ് കേട്ടോ ഓർഡറൊക്കെ ചെയ്തത്. അപ്പം ഞാനും അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഗൗതൂട്ടൻ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ പറയുകയാണ്, എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ അവിടെ ഒരു വലിയൊരു ചെയറും ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഹൈറ്റ് ഉള്ളതാണ്. അവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. മുകളിലാണ് കേട്ടോ ഡൈനിങ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് പുറത്തൊക്കെ നോക്കി. അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈം ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഇതൊക്കെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ബക്കറ്റ് ചിക്കൻ എന്തോ അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ, റാപ്പ്, പിന്നെ കോള, അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. വേറെ ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവരെ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. അവരറിയാണ്ട് ഇതിൽ പെട്ടുപോയതാണ് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ആന കരിമ്പിൻകാട്ടിൽ കയറിയത് പോലെ ഫുഡൊക്കെ നല്ല കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഞായറാഴ്ചയായിട്ട് പുറത്തിറങ്ങിയത് വെറുതെ ആയില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അത് ചെയ്യണമായിരുന്നു. അതിൻ്റെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.